2 കൊരിന്ത്യർ ലേഖനം അതിന്റെ 13-ാമത്തെ അധ്യായം. 2 കൊരിന്ത്യർ ലേഖനം അതിന്റെ 13-ാമത്തെ അധ്യായം അതിന്റെ 14-ാം വാക്യം. 2 Corinthians chapter 13 verse 14. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. கர்த்தராகிய இயேசு கிறிஸ்துவினுடைய கிருபையும் தேவனுடைய அன்பும் பரிசுத்த ஆவியினுடைய ஐக்கியமும் உங்கள் அனைவரோடு கூட இருப்பதாக. ஆமென். വീണ്ടും വായിക്കാം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യം. 19-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-ാം വാക്യം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ஆகையால் நீங்கள் புறப்பட்டு போய் சகல ஜாதிகளும் சீஷராக்கி பிதா குமாரன் பரிசுத்தாவின் நாமத்திலே அவர்களுக்கு ஞானஸ்நானம் കൊടുത്ത്. നമുക്ക് ഇവിടെ രണ്ടിടത്തും കാണാൻ സാധിക്കുന്ന ഒരു വാക്കാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. അപ്പൊ അവിടെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും എടുത്തു പറയും. സ്നാനത്തിലും പറയുന്നു, അനുഗ്രഹ വാചകത്തിലും അത് പറയും. നമ്മൾ പലപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പള്ളികളിൽ ശുശ്രൂഷകൾ അവസാനിക്കുമ്പോൾ ശുശ്രൂഷകൻ ജനത്തെ അനുഗ്രഹിക്കാനായിട്ട് പണ്ട് അഹരോൻ അനുഗ്രഹിച്ചത്, യഹോവയുടെ തിരുമുഖ പ്രകാശം നിങ്ങളുടെ മേൽ ഉദിപ്പിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ, ആ അനുഗ്രഹ വാചകമാണ് അഹരോന്യ അനുഗ്രഹം. അത് പലപ്പോഴും പല എപ്പിസ്കോപ്പൽ സഭകൾ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ബിഷപ്സ് ആ ഒരു വാക്ക് പറഞ്ഞാണ് ജനത്തെ അനുഗ്രഹിച്ച് തുടങ്ങുന്നത്. അതിനോട് ചേർന്ന് ഈ തൃത്വ നാമത്തിലുള്ള അനുഗ്രഹവും പറയാറ്. അപ്പൊ ഈ തൃത്വം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും മൂന്നായിട്ട് നമ്മൾ കാണുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. എന്നാലും നമ്മളിപ്പോ വായിച്ച മത്തായിയുടെ സുവിശേഷത്തില് നമ്മൾ വായിച്ചു 28-ാം അധ്യായം 20-ാം വാക്യം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങൾ പുറപ്പെട്ടു പോയി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാം. അവരോട് പറഞ്ഞൊരു കാര്യം അങ്ങനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാനായിട്ട് പറഞ്ഞു. എന്നാലും നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 2-ാമത്തെ അധ്യായത്തില് അതിന്റെ 38-ാമത്തെ വാക്യം വായിക്കാം. 2-ാം അധ്യായം 38-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 38-ാം വാക്യം. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ടു നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. பேதுரு அவர்களை நோக்கி, நீங்கள் மனம் திரும்பி ஒவ்வொருவரும் பாவ மன்னிப்புக்கென்று இயேசு கிறிஸ்துவின் நாமத்தினாலே ஞானஸ்நானம் பெற்றுக் கொள்ளுங்கள், அப்பொழுது பரிசுத்த ஆவியின் வரத்தை பெறுவீர்கள். അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 48-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 48-ാം വാക്യം. പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ കൽപ്പിച്ചു. கர்த்தருடைய நாமத்தினாலே அவர்களுக்கு ஞானஸ்நானம் கொடுக்கும்படி கட்டளையிட்டான். அப்பொழுது சில நாள் அங்கே தங்கும்படி அவனை வேண்டிக் கொண்டார்கள். ഇവിടെ നമുക്ക് രണ്ടിടത്ത് കാണാൻ സാധിക്കുന്നത് യേശു പറഞ്ഞത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണ്, അല്ലെ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാനായിട്ടാണ് യേശു പറഞ്ഞത്. പക്ഷേ അപ്പോസ്തല പ്രവൃത്തികളിലെങ്ങും ഈ തൃത്വനാമത്തിലെ സ്നാനത്തെ കാണുന്നില്ല, അല്ലേ? ശരിയല്ലേ? അപ്പൊ എന്താണ് അവിടെ എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
നമ്മൾ ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഞാൻ ഇന്ന് നിങ്ങളിത് പഠിപ്പിക്കുമ്പോൾ, നിങ്ങളോടിത് പറയുമ്പോൾ വളരെ വളരെ ആഗ്രഹത്തോടാണ് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഈ വചനപ്രകാരമുള്ള എന്തെങ്കിലും സംശയം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്തുനിന്നത് മാറിപ്പോകണം. പ്രത്യേകിച്ച് ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഇത് സംബന്ധിച്ച് വളരെ വലിയ ചോദ്യങ്ങളുണ്ട്. ഇത് കുഞ്ഞുങ്ങളുടെ ഇടയിൽ നിന്ന് മാത്രമല്ല, പ്രായമായവരുടെ ഇടയിലും അതുപോലെ തന്നെ ഈ വിശ്വാസത്തിന് വെല്ലുവിളിയായി പറയുന്ന പല വാദഗതികളുണ്ട് ബൈബിളിൽ നിന്ന് തന്നെ. അതിലൊരു വാദഗതിയായിട്ട് ഇതിനെ നമുക്ക് കാണാൻ സാധിക്കും. തൃത്വദൈവം, യേശു ദൈവമാണെങ്കിൽ യേശു എന്തുകൊണ്ട് മരിച്ചു? അപ്പൊ നമുക്ക് പലതരത്തിലെ ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. നമുക്ക് പിതാവിൽ നിന്ന് ആരംഭിക്കാം, അല്ലെ? പിതാവിൽ നിന്ന് ആരംഭിക്കാം. നമുക്ക് ആ ഒരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യം. ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 18. ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 18. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. தேவனை ஒருவனும் ஒரு காலம் கண்டதில்லை. பிதாவின் மடியில் இருக்கிற ஒரே பேரான குமாரனை அவரை வெளிப்படுத்தினார். ഇവിടെ പറയുന്നത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ അവിടെ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് പിതാവിന്റെ മടിയിലിരിക്കുന്ന പുത്രൻ. അപ്പൊ എന്താണ് മടിയിലിരിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഒരു കുഞ്ഞ് ആ പിതാവിന്റെ മടിയിൽ കയറിയിരിക്കുന്നു എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കാതെ പിതാവിനോട് ഒന്നായിരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ വേണം മനസ്സിലാക്കാനായിട്ട്. പിതാവും അവനും ഒന്നായിരിക്കുന്ന അവസ്ഥ. അപ്പൊ പിതാവിനെ വെളിപ്പെടുത്തുന്നത് ആർക്കേ സാധ്യമാകുകയുള്ളൂ? പിതാവിനോട് ചേർന്നിരിക്കുന്ന ഒരുവനെ പറ്റത്തുള്ളൂ. പിതാവിനെ വെളിപ്പെടുത്തി. എന്നിട്ട് യേശു പറഞ്ഞൊരു വാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 30-ാം വാക്യം. യോഹന്നാൻ 10:30. യോഹന്നാൻ 10:30. ഞാനും പിതാവും ഒന്നാകുന്നു. நானும் பிதாவும் ஒன்றாய் இருக்கிறோம் என்றார். ഞാനും പിതാവും ഒന്നാണ്. വീണ്ടും വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞു തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയതുകൊണ്ട് യഹൂദന്മാർ അവനെ കൊല്ലുവാനായി അധികമായി ശ്രമിച്ചു പോന്നു. அவர் ஓய்வு நாள் கட்டளை மீறினதும் அல்லாமல் தேவனை தம்முடைய சொந்த பிதா என்று சொல்லி தம்மை தேவனுக்கு சமமாக்கினபடினாலே யூதர்கள் அவரை கொலை செய்யும்படி அதிகமாய் வகை தேடினார்கள். നിങ്ങൾ ഇവിടെ എല്ലാം എന്നോട് കൂടെ വരികയും ശ്രദ്ധിക്കുകയും ചെയ്യണം. അതായത് ഇവിടെ പറയുന്നത്, യേശു പറയാണ് ഞാനും പിതാവും ഒന്നാകുന്നു. ഇവിടെ 5-ാമത്തെ വാക്യം 18-ാം വാക്യം, 5-ാം അധ്യായത്തിൽ നമ്മൾ 18-ാം വാക്യത്തിൽ കാണുന്നത് യേശു പറയാണ്, യേശുവിന് വിരോധമായിട്ട് അവർ എന്നൊക്കെ കാരണം യേശു അവകാശവാദം ഉന്നയിച്ചു, ഞാനും പിതാവ് ഒന്നാണ്, അതുകൊണ്ട് അവനെ കൊല്ലണമെന്ന് അവര് ചിന്തിച്ചു. നമുക്ക് അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ 14-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമായതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. വായിക്കാം. അതിന്റെ 14-ാമത്തെ അധ്യായം അതിന്റെ 9-ാം വാക്യം. 9-ാം വാക്യം 14:9. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 9-ാം വാക്യം. ജോൺ 14:9 വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 9-ാം വാക്യം. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾ കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? அதற்கு இயேசு, பிலிப்புவே, இவ்வளவு காலம் நான் உங்களுடன் கூட இருந்தும் நீ என்னை அறியவில்லையா? என்னை கண்டவன் பிதாவை கண்டான். அப்படி இருக்க பிதாவை எனக்கு காண்பியும் என்று நீ எப்படி சொல்கிறாய்? ഇവിടെ പറയുന്നത്, ഞാൻ ഇത്ര കാലം നിന്റെ കൂടെ ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലേ?
ഞാനും പിതാവ് ഒന്നാകുന്നു. ഞാൻ പിതാവിലാണ്. 10-ാം വാക്യം, ഞാൻ പിതാവിലും പിതാവ് എന്നിലും. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ടാണ് പ്രവർത്തികൾ ചെയ്യുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ടാണ് പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോ അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 17:23 അവിടെ പറയാം, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ഒന്നാകേണ്ടതിന്. നാം ഒന്നായിരിക്കുന്ന പോലെ പിതാവെ നാമും അവരിൽ ഒന്നാകേണ്ടതിന്. അപ്പൊ ഇവിടെ എല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്, പിതാവും യേശുവും രണ്ടായിട്ടല്ല പരിചയപ്പെടുത്തപ്പെടുന്നത്. ഈ പിതാവും യേശുവും ഒന്നായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. പിതാവ് പറഞ്ഞാൽ പുത്രൻ പറയുന്ന പോലെ, പുത്രൻ പറഞ്ഞാൽ പിതാവ് പറയുന്നത് പോലെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു സംശയം വന്നേക്കാം. യേശു പിതാവിനോട് പ്രാർത്ഥിച്ചു എന്ന് കാണുന്നുണ്ട്. എന്താണ് പിതാവിനോട് പ്രാർത്ഥിക്കുക? എന്താണ് പ്രാർത്ഥന? പിതാവിനോട് പ്രാർത്ഥിക്കണമെങ്കിൽ പിതാവ് വേറെയും പുത്രൻ വേറെയല്ലേ? പിതാവെ എന്നെ കൈവിട്ടതെന്ത് എന്ന് പറയണമെങ്കിൽ പിതാവ് വേറെ പുത്രൻ വേറെയല്ലേ? അപ്പോ നിങ്ങൾ ആരെല്ലാം എന്നെ വിട്ടാലും പിതാവ് എന്നെ കൈവിടത്തില്ല, പിതാവ് എന്റെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ പിതാവും പുത്രനും രണ്ടല്ലേ? അവിടെ ഈ പിതാവിനെയും പുത്രനെയും രണ്ടായിട്ട് കാണിക്കാനായിട്ടല്ല അവിടെ ഈ വാക്കുകൾ ഒന്നും ഉപയോഗിക്കുന്നത്. അവിടെ ഇതിന്റെ ആശയത്തെ നിങ്ങൾ എന്റെ കൂടെ വന്നൊന്ന് ചിന്തിക്കണമേ. അത് നിങ്ങളത് പഠിക്കാനും മനസ്സിലാക്കാനും നിങ്ങളുടെ അകത്തുനിന്ന് ആ സംശയത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട്. യേശു പിതാവിനോട് പ്രാർത്ഥിക്കാനായിട്ട് വേറിട്ട് മലയിൽ പോയി പ്രാർത്ഥിച്ചാലേ പിതാവ് കേൾക്കത്തുള്ളൂ എങ്കിൽ നിങ്ങൾ എനിക്ക് ചില ചോദ്യങ്ങൾക്ക് മറുപടി തരണം. അതായത് യേശു പറഞ്ഞു ഞാനും പിതാവും ഒന്നാകുന്നുവെന്ന്. അങ്ങനെയാണെങ്കിൽ യേശു രാത്രി മുഴുവൻ മലയിൽ പോയിരുന്ന ആരോടാണ് പ്രാർത്ഥിച്ചത്? അങ്ങനെ പോയി പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? യേശുവും പിതാവും ഒന്നല്ലേ? നമ്മൾ വായിച്ച യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലും യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലും യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലും വായിച്ചിടത്തെല്ലാം നമ്മൾ കാണുന്നത് പിതാവും യേശു ഒന്നാകുന്നു എന്നല്ലേ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് യേശു പിതാവിനോട് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? യേശു അവൻ ഒറ്റയ്ക്കിരുന്ന്, അവൻ തനിയെ ഇരുന്ന് he identified himself, he is one with God. ദൈവവും അവനുമായിട്ട് ഒന്നാണ്. ഏറ്റവും ബെസ്റ്റ് പ്രാർത്ഥന എന്താണെന്നറിയാവോ? ഞാൻ പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥന കാര്യം സാധിക്കാൻ വേണ്ടി ആകരുത്. നിങ്ങളുടെ പ്രാർത്ഥന ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയുന്നതായിരിക്കണം പ്രാർത്ഥന. അഥവാ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ഒരു വലിയ വെളിപ്പാടുണ്ട്. ഞാനും ക്രിസ്തു ഒന്നാ. ഐ എം ഇൻ ക്രൈസ്റ്റ്, ക്രൈസ്റ്റ് ഈസ് ഇൻ മീ, വി ആർ വൺ. ഐ എം ഇൻ ക്രൈസ്റ്റ്, ക്രൈസ്റ്റ് ഈസ് ഇൻ മീ, വി ആർ വൺ. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് പ്രാർത്ഥനയുടെ കാരണം. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, യേശുവിന്റെ ശുശ്രൂഷയിൽ അത്ഭുതം നടക്കാൻ കാരണം എന്താ? നിങ്ങൾക്ക് വേറെ ഒരു സംശയത്തിന്റെയും ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ നേരെ യോഹന്നാന്റെ സുവിശേഷം 14:10 വായിച്ചു നോക്കിക്കോ. അവിടെ പറയുന്ന ഒരു കാര്യം ഇതാ, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പറയുന്ന വചനം ഞാൻ സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവന്റെ പ്രവൃത്തി ചെയ്യുന്നു. അങ്ങനെ ലാസറിനെ ഉയർപ്പിച്ചത് ആരാണ്? പിതാവാണ്. അങ്ങനെയാണ് വെള്ളം വീഞ്ഞാക്കിയത് ആരാണ്? പിതാവാണ്. ലഗ്യോനെന്ന് പിശാച് ബാധിച്ചവനെ സൗഖ്യമാക്കിയത് ആരാണ്? പിതാവാണ്. അവൻ യായിറോസിന്റെ കുഞ്ഞിനെ ഉയർപ്പിച്ചതാരാ? പിതാവാണ്. അതുപോലെ നയീലിനെ വിധവയായ സ്ത്രീയുടെ മകനെ ഉയർപ്പിച്ചതാരാ? പിതാവാണ്. അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ അവിടെ നടന്ന എല്ലാ അത്ഭുതങ്ങളുടെയും അടിസ്ഥാന കാരണം പിതാവായ ദൈവമാണ്. അങ്ങനെ പിതാവാണ് ഇതിനെല്ലാം കാരണം. പിതാവാണ് ഇത് ചെയ്തത്. എന്നാൽ എന്താണ് സംഭവിച്ചത്? പുത്രന്റെ ശരീരം ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ അവൻ പുത്രനെ വെളിപ്പെടുത്തുകയായിരുന്നു. ആ ശരീരത്തിൽ പിതാവ് വസിച്ചുകൊണ്ട് പുത്രനെ വെളിപ്പെടുത്തുക. പിതാവ്, ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയാം, പിതാവായ ദൈവം നിങ്ങൾക്കത് അത് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും വേണം കേട്ടോ. ഈ രണ്ട് കാര്യം, അതായത് യോഹന്നാന്റെ സുവിശേഷം 1:18 അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 17-ാം വാക്യവും നിങ്ങളുടെ മൈൻഡിൽ നിന്ന് മാറിപ്പോകരുത്. ആ രണ്ട് കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഒന്ന്, പിതാവായ ദൈവത്തെ പുത്രൻ വെളിപ്പെടുത്തി. എന്നാൽ മത്തായിയുടെ സുവിശേഷം 16:17 പറയുകയാണ് പത്രോസിനോട്, പത്രോസെ, ജഡരക്തങ്ങളല്ല നിനക്ക്
ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയത് പിതാവാണ് വെളിപ്പെടുത്തിയത്. പറയുന്ന ഒരു കാര്യമുണ്ട്, പുത്രനെ ആരും അറിഞ്ഞിട്ടില്ല. പുത്രൻ ഹല്ലേലൂയ ആമേൻ അവനെ സ്നേഹിക്കുന്നവന് പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. പിതാവിനെ വെളിപ്പെടുത്തുന്നത് പുത്രനാണ്, പുത്രനെ വെളിപ്പെടുത്തുന്നത് പിതാവാണ്. അതായത് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ പുത്രന്റെ ശരീരത്തിലൂടെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ പുത്രത്വം വെളിപ്പെടുത്തുകയും അവന്റെ അകത്ത് വസിച്ച അവൻ ആത്മാവിലൂടെ ആ ശരീരത്തിനകത്തിരുന്നുകൊണ്ട് പിതാവ് വെളിപ്പെടുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, പുത്രന്റെ ഉത്തരവാദിത്വം പിതാവിനെ വെളിപ്പെടുത്താനായിട്ട്, പിതാവിന്റെ ഉത്തരവാദിത്വം പുത്രനെ വെളിപ്പെടുത്താനായിട്ട്. അപ്പോൾ ഈ രണ്ട് ഒരുമിച്ച് പിതാവിന്റെ പുത്രന്റെയും ഒരേ ഭാവം, അതാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഒരു വാക്യം കൂടെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇതിന്റെ കണ്ടിന്യൂവേഷൻ നാളെ ആയിരിക്കും, ഒന്നും മൊത്തം തീരത്തില്ല. എബ്രായ ലേഖനത്തിൽ ഇത് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടീച്ചിങ് ആണ്. അല്ലെങ്കിൽ എബ്രായ ലേഖനത്തിൽ നമുക്ക് അതിന്റെ രണ്ടാമത്തെ അധ്യായത്തില്, എബ്രായ ലേഖനം അതിന്റെ രണ്ടാമത്തെ അധ്യായത്തില് അതിന്റെ 10-ാം വാക്യം 11-ാം വാക്യം വായിക്കാം. 10-ാം വാക്യം 11-ാം വാക്യം. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ കഷ്ടാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ. ஏனென்றால் தமக்காகவும் தம்மாலையும் சகலத்தையும் உண்டாக்கினவர் அநேகம் பிள்ளைகளை மகிமையில் கொண்டு வந்து சேர்க்கையில் அவர்களுடைய ரட்சிப்பின் அதிபதியை உபத்திரவங்களினாலே பூரணப்படுத்துகிறது அவருக்கு ஏற்றதாகிறது. எப்படியெனில் பரிசுத்தம் செய்கிறவரும் பரிசுத்தம் செய்யப்படுகிறவரும் ஆகிய யாவரும் ஒருவராலே உண்டாஇருக்கிறார்கள். இதன் நிமித்தம் அவர்களை சகோதரர் என்று சொல்ல அவர் வெட்கப்படாமல். ഞാന് 11-ഉം 12-ഉം അല്ല ഉദ്ദേശിച്ചത്, 12-ഉം 13-ഉം വരെ ഞാൻ ഉദ്ദേശിച്ചത്, പറഞ്ഞപ്പോ അങ്ങനെ മാറിപ്പോയതാ. ഞാൻ വായിക്കാം. ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരുടെ മധ്യേ കീർത്തിക്കും. അപ്പൊ അവിടെ പറയുന്നത് യേശു രക്ഷിക്കപ്പെട്ടവരെ സഹോദരന്മാരെന്നാ പറയുന്നത്, അല്ലെ? സഹോദരൻ എന്നാ പറയുന്നത്, അല്ലെ? സഹോദരൻ എന്നാ പറയുന്നത്. എന്നാൽ 13-ാം വാക്യം പറയാ, ഞാൻ അവനിൽ ആശ്രയിക്കും എന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും. അപ്പോ വിശ്വാസികളെ കുറിച്ച് ദൈവം യേശു രണ്ട് കാര്യം പറയുക. ഒന്ന് സഹോദരന്മാര്, രണ്ട് മക്കള്. അപ്പൊ ഇവൻ തന്നെയാ പിതാവ്, ഇവൻ തന്നെയാ പുത്രൻ. ഇവൻ തന്നെയാണ് പുത്രൻ, ഇവൻ തന്നെയാണ് പിതാവും പുത്രനും ഒരേ ആള് തന്നെ. വീണ്ടും വായിക്കാം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം 9-ാം വാക്യം. പെട്ടെന്നൊന്ന് വായിക്കാമോ? എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 8-9 വാക്യം. പുത്രനോടോ ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതും നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ വിദേശിക്കുകയും ചെയ്തിരിക്കാൻ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. குமாரன் நோக்கி, தேவனே, உம்முடைய சிங்காசனம் என்றென்றைக்கும் உள்ளது. உம்முடைய ராஜ்யத்தின் செங்கோல் நீதி உள்ள செங்கோலாய் இருக்கிறது. நீர் நீதியை விரும்பி அக்கிரமத்தை வெறுத்திருக்கிறீர். ஆதலால் தேவனே, உம்முடைய தேவன் தோழரை பார்க்கிலும் உம்மை ஆனந்த தைலத்தினால் அபிஷேகம் பண்ணினார் என்றும். ഞാൻ നിങ്ങളെല്ലാവരും ബൈബിൾ പഠിക്കാനായിട്ടിരിക്കുന്നു എന്നൊരു മനോഭാവത്തിലാണ് ഞാൻ പറയുന്നത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ബൈബിൾ തുറന്ന വാക്യം ഒന്ന് വായിക്കാമോ? ഞാനത് വാക്യം നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. പുത്രനോടോ പുത്രനെ എങ്ങനെയാ വിളിക്കുന്നത്? ദൈവമേ, നിന്റെ ദൈവം. പുത്രനെ എങ്ങനെ വിളിക്കുന്നത്? പുത്രനോട് ദൈവമേ, നിന്റെ സിംഹാസനം എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടനെ ദോഷിക്കുകയും ചെയ്തിരിക്കുക. ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ ദൈവമായി. അപ്പൊ ഇവിടെ പുത്രനും പിതാവിനെയും കുറിച്ച് ദൈവമെന്ന് അഡ്രസ് ചെയ്യുന്നത്. പുത്രനെ വിളിക്കുക ദൈവമെന്ന്. അപ്പൊ പിതാവും ദൈവമാ, പുത്രനും ദൈവമാ. അപ്പൊ എങ്ങനെ പിതാവിനെ വേറെ ദൈവം, പുത്രനെ വേറെ ദൈവമായിട്ട് പറയുന്നത്? പിതാവ് തന്നെയാണ് പുത്രനായ ദൈവം, പുത്രൻ തന്നെയാണ് പിതാവായ ദൈവം. അപ്പൊ ഈ പിതാവിനെയും പുത്രനെ രണ്ടായിട്ട് കാണാൻ, ഇത് നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകാനായിട്ട് പുത്രൻ എന്ന അഭിസംബോധനയിലൂടെ യേശു ക്രിസ്തുവിൽ നമുക്ക് വെളിപ്പെടുത്തി, അത്രേ ഉള്ളൂ. അപ്പൊ യേശു ക്രിസ്തുവിനെ അപ്പോ യേശു എവിടെ ചെന്ന് പ്രാർത്ഥിച്ചത് എവിടെയാണെന്നറിയാമോ? അതായത് നിങ്ങൾ ഇത് മനസ്സിലാക്കണം. പിതാവും പുത്രനും ഒന്നാണ്. അതായത് ദൈവസന്നിധിയില് അവൻ ഒറ്റയ്ക്കിരുന്ന് വേറിട്ടിരുന്നു കൊണ്ട് പിതാവിനോടുള്ള വണ്ണസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തതാണ് പുത്രന്റെ പ്രാർത്ഥന.
രണ്ടാമതൊരു കാര്യം കൂടി നിങ്ങളോട് പറയാം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൈവിടപ്പെട്ടു. ദൈവമേ എന്നെ കൈവിട്ടതെന്ത്? ദൈവമേ എന്നെ കൈവിട്ടതെന്ത്? ഹല്ലേലൂയ. അപ്പോ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയാണത്. പക്ഷെ ഞാനിത് നിങ്ങളോടൊരു കാര്യം പറയാം. അവൻ യേശുവിൽ ഉണ്ടായിരുന്ന യേശുവിനെ ദൈവം കൈവിട്ടതല്ല. യേശുവിനെ ദൈവം കൈവിട്ടതല്ല. നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണേ. യേശുവിനെ ദൈവം കൈവിട്ടതല്ല. അവൻ യേശുക്രിസ്തുവാകുന്ന ദൈവം ക്രൂശിൽ വെച്ച് ഒരല്പനേരത്തേക്ക് തന്റെ ഡിവിനിറ്റിയെ മാറ്റിവെച്ചു. ദൈവമായിരുന്ന പദവിയെ അവൻ തന്നെ മാറ്റിവെച്ചു. അത്രേ നടന്നുള്ളൂ. അതിനെ കൈവിട്ടു എന്ന് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതി വെച്ചതാണ്. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം ദൈവമല്ലാതായി എന്നല്ല, അവനിൽ ഉണ്ടായിരുന്ന ആ ശരീരത്തിൽ നിന്ന് ദൈവിക ഭാവത്തെ കുറച്ചു നേരത്തേക്ക് ഒന്ന് മാറ്റിവെച്ച് അല്ലെങ്കിൽ ആ ദൈവിക ഭാവത്തിലേക്ക് പിന്നത്തതിൽ മടങ്ങി വന്ന് അല്ലെങ്കിൽ ഇന്നും അവൻ ദൈവമായി തന്നെ വാഴുന്നു. അതുകൊണ്ടാണ് അവൻ ഹല്ലേലൂയ. നിങ്ങള് ഈ ഒന്ന് രണ്ട് വാക്യങ്ങളെ കൂടെ ഒന്ന് വായിച്ച് ഇന്ന് ഈ ഒരു കാര്യത്തെ മാത്രം ചിന്തിക്കാനേ സമയം കിട്ടുള്ളൂ എന്നെനിക്കറിയില്ല. ആത്മാവിനെ കുറിച്ചും ചിന്തിക്കാൻ സമയം കിട്ടിയ ഒത്തിരി നല്ലതാണ്. നമുക്ക് അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇത് പ്രയോജനമായിരിക്കും. നമുക്ക് വായിക്കാം വെളിപ്പാട് പുസ്തകം അതിന്റെ 1-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്നും ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായി കർത്താവ് അരുളിച്ചെയ്യുന്നു. இருக்கிறவரும் இருந்தவரும் வருகிறவருமாகிய சர்வ வல்லமையுள்ள கர்த்தர், நான் ஆல்பாவும் ஒமேகாவும் ஆதியும் அந்தமா இருக்கிறேன் என்று திருவுளம் பற்றுகிறார். 17-18 അവനെ കണ്ടിട്ടു ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. நான் அவரை கண்டபோது செத்தவனை போல அவருடைய பாதத்தில் விழுந்தேன். அப்பொழுது அவர் தம்முடைய வலது கரத்தை என்மேல் வைத்து என்னை நோக்கி, பயப்படாதே, நான் முந்தினவரும் பிந்தினவரும் உயிருள்ளவருமாய் இருக்கிறேன். மரித்தேன், ஆனாலும் இதோ சதா காலங்களும் உயிரோடு இருக்கிறேன். ஆமேன். நான் மரணத்துக்கும் பாதாளத்துக்கும் உரிய திறவுகளை உடையவராய் இருக்கிறேன். 8-ാം വാക്യം ഞാനൊന്ന് വായിക്കാമേ. ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു. ഞാൻ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള ദൈവം. ഞാൻ ആൽഫയും ഒമേഗയാണ്, ഇരുന്നവനാണ്, ഇരിക്കുന്നവനാണ്, സർവശക്തനായ ദൈവം. അല്ലെ? അങ്ങനെയല്ലേ പറയുന്നേ? ആണോ? നിങ്ങളൊന്ന് പറഞ്ഞേ, അങ്ങനെയല്ലേ പറയുന്നത്? ശരി. ഇതേ കാര്യം തന്നെ 17-ാം വാക്യത്തിലേക്ക് വന്നേ. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളതാകുന്നു. ആരാ? എന്നിട്ട് ഈ വാക്യത്തിന്റെ കണ്ടിന്യൂവേഷനാ, ഞാൻ മരിച്ചവനായിരുന്നു. അപ്പൊ ഇതാരാ സംസാരിക്കുന്നത്? യേശുക്രിസ്തു പറയുന്നത് ഞാൻ മരിച്ചവനായിരുന്നു. അപ്പൊ ആൽഫ ഒമേഗ ആരാ? യേശുക്രിസ്തു. ആൽഫയും ഒമേഗയും എന്നിവിടെ തന്നെ പരിചയപ്പെടുന്ന ആരാ? യേശുക്രിസ്തു. ഈ യേശുവിനെ കുറിച്ചാണ് നമ്മൾ 8-ാം വാക്യത്തിൽ കണ്ടത്. ഞാൻ സർവശക്തനായ ദൈവമാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവിടെ പറയുന്നു ഞാൻ സർവശക്തനായ ദൈവമാണ്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താ? ദൈവത്തെ കുറിച്ചാണ് പറയുന്നത് അവിടെ. അല്ലാതെ ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് ദൈവം എന്ന നിലയിൽ തന്നെയാണ് ഇവിടെ എല്ലാം അഭിസംബോധന ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഈ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും എല്ലാം വേറെ ആയിട്ട് കണ്ട് അത് എവിടെ നിന്നൊക്കെയോ കിട്ടിയ ചില ഉപദേശങ്ങൾ നമ്മുടെ അകത്ത് കയറിയിരിക്കുന്ന നിങ്ങളതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമുക്കൊരു വാക്യം വായിക്കാം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം. തീത്തോസ് 2:12, ടൈറ്റസ് 2:12. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്. நான் நம்பியிருக்கிற ஆனந்த பாக்கியத்துக்கும் மகாதேவனும் நமது இரட்சகருமாகிய இயேசு கிறிஸ்துனுடைய மகிமின் பிரசன்னமாக்குதலுக்கும் எதிர்பார்த்து கொண்டிருக்கும்படி நமக்கு போதிக்கிறது. ഇവിടെ പറയുന്നത് യേശുവിനെ കുറിച്ച് പറയുകയാണ്.
നമ്മുടെ രക്ഷകനും മഹാദൈവവും. യേശു ആരാ? ഗ്രേറ്റ് ഗോഡ്, ഗ്രേറ്റ് ഗോഡ്. അപ്പോ ഇവിടെ എല്ലാം നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ പിതാവിനെയും പുത്രനെയും നമുക്ക് രണ്ടായിട്ട് കാണാൻ പറ്റത്തില്ല, രണ്ടായിട്ട് കാണാൻ പറ്റത്തില്ല. അതായത് ദൈവം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഈ ബോട്ടിൽ ഇരിക്കുന്ന വെള്ളം എടുത്തിട്ട് ഞാൻ പറയുകയാണ് ലോകത്തിലുള്ള വെള്ളം മുഴുവൻ ഈ ബോട്ടിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? അന്ന് യേശുവിന്റെ ശരീരത്തിൽ വെളിപ്പെട്ട ദൈവം, ആമേൻ, യേശുവിന്റെ ശരീരത്തിൽ ദൈവം വെളിപ്പെട്ടു. എന്തിനാണെന്നറിയാമോ? ആ ശരീരത്തിൽ വസിച്ചുകൊണ്ട് ദൈവം ആരാണെന്നും ദൈവം സ്നേഹമാണെന്നും ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ നശിച്ചു പോകാൻ അവൻ അനുവദിക്കത്തില്ലെന്നും നമുക്ക് വെളിപ്പാട് തരുവാനായിട്ട് ഹല്ലേലൂയ ആമേൻ ആ ഒരു അവസ്ഥയെ ഉപയോഗിച്ചേ ഉള്ളൂ. ദൈവം അവിടെ കൊണ്ട് ഒതുങ്ങി തീർന്നില്ല. ഇന്നും ഉയർത്തെഴുന്നേറ്റ് അവൻ നിങ്ങളിലും എന്നിലും വാസം ചെയ്തുകൊണ്ടെന്നും ലോകത്ത് മുഴുവൻ അരുളിയ പ്രകാശം അവൻ അരുളിയ നൽകുന്നവനായിട്ട് ഇന്നും ജീവിക്കുക. പ്രത്യാശയില്ലാത്തവർക്ക് പ്രത്യാശ നൽകുന്നവനായിട്ട് ഇന്നും ജീവിക്കുക. നിങ്ങൾ ഒരു നാളും നിങ്ങളും ഞാനും നശിച്ചു പോകാൻ അവൻ അനുവദിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഇവിടെ നിങ്ങൾ ഒരു കാര്യം നല്ല പോലൊന്ന് എന്റെ കൂടെ വന്ന് ശ്രദ്ധിക്കണേ. അതായത് യേശുവിന്റെ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് യേശുവാകുന്ന പുത്രൻ ആമേൻ ഹല്ലേലൂയ പിതാവാകുന്ന ദൈവത്തെ വെളിപ്പെടുത്തി എന്ന ഏക കാരണം കൊണ്ട് മരണാധികാരിയായ പിശാചിനെ യേശുവിന്റെ ശരീരം തൊട്ടാൻ അനുവദിക്കാതെ വണ്ണം ആ ശരീരത്തെ കെട്ടിവെച്ച മരണവാശങ്ങളെ അഴിച്ചു പൊളിച്ച് അവൻ മൂന്നാം നാൾ യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചുവെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം. പിതാവിനെ വെളിപ്പെടുത്താൻ നിങ്ങളുടെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, നിങ്ങളുടെ കണ്ണുകളെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, നിങ്ങളുടെ കരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, നിങ്ങളെ പരിമിതിപ്പെടുത്താൻ നോക്കുന്ന ഒരു പരിമിതിയിൽ നീ ഒതുങ്ങത്തില്ല. ഈ കാലഘട്ടത്തിനകത്ത് ക്രിസ്തുവിന്റെ വെളിപ്പാട് നിന്നകത്ത് വരുമ്പോ ഏലിയാവിനെ കുറിച്ച് പഠിക്കുന്നവനായിരിക്കത്തില്ല നീ, ഏലിയാവിനെ കുറിച്ച് പ്രസംഗിക്കുന്നവനായിരിക്കത്തില്ല നീ. ഇന്നത്തെ കാലത്ത് നീ ഏലിയാവായിട്ട് മാറും. ഏലീശയെ കുറിച്ച് പഠിപ്പിക്കുന്നവനായിട്ടിരിക്കത്തില്ല, പ്രസംഗിക്കുന്നവനായിരിക്കത്തില്ല, പഠിക്കുന്നവനായിരിക്കത്തില്ല. ഈ കാലഘട്ടത്തിൽ ഏലീശയായിട്ട് മാറും. ഈ കാലഘട്ടത്തിൽ ദാവീദായിട്ട് മാറും. ഈ കാലഘട്ടത്തിൽ യോസഫായിട്ട് മാറും. ഈ കാലഘട്ടത്തിന് അബ്രഹാമായിട്ട് മാറും. ഈ കാലഘട്ടത്തിന് അഭിഷിക്തനായിട്ട് മാറും. ഈ കാലഘട്ടത്തിൽ വെളിപ്പെടുന്ന ക്രിസ്തുവിനെ തേജസ് വഹിക്കുന്ന പുത്രനായിട്ട് മാറും. യേശുവിൻ നാമത്തിൽ അതിന് വേണ്ടതെന്നറിയോ? പുത്രത്വം വെളിപ്പെടുത്താനായിട്ട് യേശു തന്റെ ശരീരത്തെ പിതാവിനെ പിതാവ് വെളിപ്പെടാനായിട്ട് ആ ശരീരത്തെ വിട്ടുകൊടുത്തത് കൊണ്ട് നമ്മൾ വചനത്തിൽ കാണുന്നത് അവൻ പിതാവായ ദൈവം അവനെ മരണപാശങ്ങൾ അയച്ചിട്ട് അവനെ ഉയർപ്പിച്ചു. എങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ ശരീരത്തിൽ പിതാവിനെ വെളിപ്പെടുത്താനായിട്ട് നിങ്ങളുടെ കണ്ണുകൾ, നിങ്ങളുടെ തലച്ചോറ്, നിങ്ങളുടെ നിങ്ങളുടെ സ്കിന്ന്, നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ആയുസ് ഒരു സഭയെ വെളിപ്പെടുത്താനല്ല, ഒരു സഭക്കാരനെ വെളിപ്പെടുത്താനല്ല, ഒരു മതക്കാരനെ വെളിപ്പെടുത്താനല്ല, ഏതോ ചില ആചാരാനുഷ്ഠാനങ്ങളെ വെളിപ്പെടുത്താനായിട്ടല്ല, പിതാവായ ദൈവത്തെ വെളിപ്പെടുത്താനായിട്ട്, അതേ ജീവനുള്ള സ്നേഹവാനായ ദൈവത്തെ വെളിപ്പെടുത്താനായിട്ട്, കരുതുന്നവനെ വെളിപ്പെടുത്താനായിട്ട് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് വിടിവിച്ചവനെ അതേ ദൈവം നിന്റെ ജീവിതത്തിന് മുമ്പിൽ വന്ന് നിൽക്കുന്ന എത്ര വലിയ വെല്ലുവിളികളും തകർത്ത് ഈ കാലഘട്ടത്തിലും പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിന്നിലൂടെ വെളിപ്പെടുന്ന ഒരു കാലം. അത് ഞാൻ പറയട്ടെ, ദൈവത്തെ നീ എങ്ങും ഒതുക്കരുത്, ദൈവത്തെ എങ്ങും ഒതുക്കരുത്. അന്ന് കാനാവിൽ അത്ഭുതം ചെയ്തു കഴിഞ്ഞു, ഗലീലയിൽ അത്ഭുതം ചെയ്തു കഴിഞ്ഞു, ബഥാന്യയിൽ അത്ഭുതം ചെയ്തു കഴിഞ്ഞു, ആ ഗദസരദേശത്ത് അത്ഭുതം ചെയ്തു കഴിഞ്ഞു. ഇല്ലില്ല, അവൻ അവിടെ കൊണ്ട് തീർന്നിട്ടില്ല. ഹല്ലേലൂയ, പൗലോസിനെയും ശീലാസിനെയും കാരാഗൃഹത്തിലിട്ട് അവരൊരു അത്ഭുതം ചെയ്തു തീർന്നു. അന്ന് നിന്നെ കർത്താവിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നീ വിചാരിക്കരുത്. ഇന്ന് ഞാൻ പറയട്ടെ, യേശുവിന്റെ നാമത്തിൽ ഇല്ല, അവരിൽ നടന്നതിനേക്കാൾ വലിയ ദൈവപ്രവൃത്തി കേട്ടി. അവർ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടാണ് വിടുവിക്കപ്പെട്ടതെങ്കിൽ നീ പ്രതിസന്ധിക്ക് മുമ്പ് തന്നെ വിടുവിക്കപ്പെടുന്ന നിലയിൽ ആ പ്രതിസന്ധിയെ കണ്ടുപിടിക്കപ്പെടുകയല്ല, പ്രതിസന്ധിയുടെ അകത്ത് കയറി വിടുവിക്കപ്പെടുകയല്ല, പ്രതിസന്ധി നിന്നെ തൊടാതെ വിടുവിക്കുന്ന കരം നിന്നിൽ കൂടെ ഉണ്ടെന്ന് വെളിപ്പെടുത്തക്കൊള്ളുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിക്കാനായിട്ട് നിന്നെ ആഗ്രഹിക്കുന്നു. വിട്ടുകൊടുക്കുന്നെങ്കിൽ ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ചില കല്ലറകൾ തുറന്ന് നിനക്ക് വിരോധമായി എഴുതിയ ചില പ്രമാണങ്ങളെ അവൻ വായിച്ച് യേശുവിന്റെ നാമത്തിൽ നിനക്ക് വിരോധവും പ്രതികൂലമായി എഴുതിയ ചില കൽപ്പനകളെ അവൻ വായിച്ച് യേശുവിന്റെ നാമത്തിൽ നിനക്ക് വിരോധവും പ്രതികൂലമായി എഴുതിയ ചില കയ്യെഴുത്തുകളെ വായിച്ച് ഈ നാളുകളിൽ അസാധാരണമായ ദൈവപ്രവൃത്തിക്കായിട്ട് യെസ്
നിന്റെ ജീവിതത്തിൽ അത് സംഭവിക്കാൻ പോവാ. ഈ ദിവസങ്ങളിൽ അത് സംഭവിക്കാൻ പോവാ. ഈ ദിവസങ്ങളിൽ അത് സംഭവിക്കാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ. അതെ, ഹല്ലേലൂയ. പിതാവും പുത്രനും ഒന്നായിരുന്നു. യെസ്, രണ്ടായിട്ട് കാണരുത്. രണ്ടായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. പിതാവിൽ പുത്രനിൽ പിതാവിന്റെ ആത്മാവ് വസിച്ചു. പുത്രനിൽ പിതാവിന്റെ ആത്മാവ് വസിച്ചു. പിതാവിന്റെ ആത്മാവ് പുത്രനിൽ വസിച്ചുകൊണ്ട് പിതാവും പുത്രനും ഒന്നായിരുന്നു. ഹല്ലേലൂയ. പിതാവിന്റെ ആത്മാവ് പുത്രനിൽ വസിച്ചുകൊണ്ട് പിതാവും പുത്രനും ഒന്നായിരുന്നു. ആമേൻ. പ്രൈസ് ഗാഡ്. അതുകൊണ്ട് നിങ്ങൾ പിതാവിനെയും പുത്രനെയും രണ്ടായിട്ട് കാണരുത്. പരിശുദ്ധാത്മാവിൽ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ അകത്ത് വലിയ ചില വിടുതലുകൾ നടക്കട്ടെ. എന്ന് ചില നിങ്ങളുടെ ജീവിതത്തിന് വിരോധമായി എഴുതപ്പെട്ട ചില കൈയെഴുത്തുകൾ, നിങ്ങൾക്ക് വിരോധമായ ചില പദ്ധതികൾ, നിങ്ങൾക്ക് വിരോധമായി ഒരുക്കുന്ന ചില പദ്ധതികൾ കൺഫ്യൂസ്ഡ് ആയി പോകട്ടെ, അത് പൊളിഞ്ഞു പോകട്ടെ. അത് നിങ്ങൾക്ക് ഹാമാൻ മൊർദെഖായിക്ക് വിരുദ്ധമായ വലിയ പ്ലാൻ ഇട്ടു, പക്ഷെ നടന്നില്ല. നിനക്ക് വിരുദ്ധമായി ഉണ്ടാക്കുന്ന ഓരാരും ഫലിക്കത്തില്ല. ചില നെഗറ്റീവ് പ്ലാനുകൾ, പ്രോജക്റ്റുകൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ദാറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് തേടി വരുന്നു, അങ്ങയുടെ സന്നിധിയിൽ ചേർന്ന് വരുന്നപ്പ ഞങ്ങൾ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു. കർത്താവെ, യേശു പറഞ്ഞ പോലെ, പിതാവെ നാം ഒന്നായിരിക്കുന്ന പോലെ ഇവർ നമ്മിൽ ഒന്നാകേണ്ടതിനെന്ന ആ പ്രാർത്ഥന പോലെ ഞങ്ങൾ ഇന്ന് രാത്രി വിളിച്ചു പറഞ്ഞപ്പ അങ്ങിൽ ഒന്നായി തീരുന്ന ജീവിതാനുഭവത്തില് വർദ്ധിച്ചു വരാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. കർത്താവിന്റെ അത്ഭുതം ഞങ്ങളുടെ മേൽ വെളിപ്പെട്ട് നിൽക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് ജീവിതത്തില് ഏതെങ്കിലും കാരണവശാലും ഭയത്തോടെ, നിരാശയോടെ, അവൻ പുറത്തു വരാൻ കഴിയാതെ ഭയത്തിന്റെ ആത്മാവിനാൽ പിടിക്കപ്പെട്ടവർ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തില് ആ ഭയത്തിന്റെ ആത്മാവിനെ നിർവീര്യമാക്കുന്ന കർത്താവ്, അവൻ ഒരു തിന്മയും അങ്ങയുടെ ജനത്തിനെതിരെ വരാതാണ്, ഓരോ അനർത്ഥവും ഭവിക്കുകയില്ല എന്ന് വചനത്തിൽ പറയുന്ന പോലെ അത്ഭുതം സംഭവിക്കട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം മറക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.